ഹലോ ഗായ്സ്, അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഗായ്സ് വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഗായ്സ്. മുരിങ്ങയാണ് അച്ഛൻ കൊണ്ടുവന്നത്. ഞാൻ കുറേ പ്രതീക്ഷിച്ചു ഗായ്സ്. ഓക്കെ, നമുക്കിനി അത് അച്ഛമ്മൻ്റെ കൊടുക്കാവേ. ഞാൻ അച്ഛമ്മൻ്റെ കൊടുത്തിട്ടുണ്ട്. അച്ഛമ്മ അതൊക്കെ ഊരി വയ്ക്കുക. അതിൻ്റെ ഇല വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇത് കൊണ്ടുവന്നത്. എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ഇതിപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഗൈസ്, അച്ഛമ്മ ഓരോന്നായിട്ട് എടുത്തിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അച്ഛമ്മ പെട്ടെന്ന് അതിൻ്റെ പകുതിയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടിയുള്ള ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ പരിപ്പ് കഴുകിയിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുരിങ്ങ ഇടാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ മുരിങ്ങ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ പാത്രത്തിൻ്റെ ഹാഫ് മുരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ആ മുരിങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ മുരിങ്ങ നന്നായിട്ട് കഴുകിയതാണ്. എന്നാലും വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് വെള്ളം എല്ലാ ഇലയിലും ആയിട്ടൊന്ന് മുകളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇളക്കിയതാണ്. ഇനി അതിലോട്ട് കല്ല് പോയി എടുത്തിട്ട് നമുക്ക് 5 വിസിലടിക്കുന്നവരെ കാത്തിരിക്കാവേ. അപ്പോൾ ഗൈസ്, 5 വിസിലടിച്ച് കിട്ടിയെന്ന് നമുക്ക് തുറന്ന് നോക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിത് വെന്തോ നോക്കാം. അപ്പോൾ ഗൈസ്, പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആക്കേണ്ട ചേരുവകളൊക്കെ ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചാലോ. നമ്മൾ വെള്ളം ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാ കടുകും ഒന്ന് പൊട്ടാൻ വേണ്ടി ഇരിക്കുകയാണേ. അപ്പോൾ ഗൈസ്, നമ്മൾ കടുകൊക്കെ പൊട്ടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു ചുവന്നുള്ളി ആഡ് ചെയ്യുന്ന ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ 2 ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മളൊന്ന് ചെറിയൊരു കളറ് മാറാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് വാട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കപ്പളമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാവേ. നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളതിട്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാവേ. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കണേ. നമ്മൾ അതിലോട്ട് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ മുരിങ്ങയും പരിപ്പും വേവിച്ച കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലേക്കാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഗൈസ് ഒന്ന് തിളച്ച് വരുന്ന വരെ ഇതൊന്ന് ഗ്യാസിൽ വെക്കാവേ. നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അത് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഗൈസ് ഞാൻ എടുത്തിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം. ഗൈസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് സൂപ്പറായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ വീണ്ടും അത് കഴിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ടാറ്റാ.